നമസ്കാരം. വിരാടം വിനോദം ദ 60+ യങ്സ്റ്ററിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് എറണാകുളം ജില്ലയിലെ കടമറ്റം എന്ന് പറയുന്ന സ്ഥലത്താണ്. കടമറ്റത്ത് കത്തനാരെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. 9-ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ചു എന്ന് പറയപ്പെടുന്ന പള്ളിയാണിത്. കടമറ്റം പള്ളി, കടമറ്റം സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ചാണിത്. അതിൻ്റെ അവിടെ ഇതാ കാണിച്ചു തരാം. മകരം 25 കടമറ്റം പള്ളി പെരുന്നാൾ നടക്കുകയാണ്. അപ്പം അതിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാം. കടമറ്റത്ത് കത്തനാരുടെ ഐതിഹ്യങ്ങളൊക്കെ ഈ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണുള്ളത്. അപ്പം നമുക്ക് നേരെ കാഴ്ചകളിലേക്ക് പോകും. ഇത് അതിപുരാതനമായിട്ടുള്ള ഒരു കുരിശാണ്. ഈ കൽവിളക്കും ഒക്കെ വളരെ പുരാതനമായിട്ടുള്ളതാണ്. ഫെബ്രുവരി 5, 6, 7 തീയതികളിലാണ് ഈ പെരുന്നാൾ ഇവിടെ നടക്കുന്നത്. വിശ്വാസികളോട് പറയുകയാണ്, ആ സിംഹങ്ങളുടെ വായിലകത്ത് അവരുടെ പല്ലിനിടയിലുള്ളതായ എന്റെ അസ്ഥികഷ്ണങ്ങൾ ക്രിസ്തുവിന്റെ ശരീരമായി രൂപപ്പെടണം. ഹോളിബാസിനോടനുബന്ധിച്ചുള്ള പ്രസംഗം നടക്കുകയാണ്. വിശ്വാസികൾ തീർച്ചയായും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. കാരണം ഈ വീഡിയോയിൽ ഫെബ്രുവരി 7 നടന്ന പ്രദക്ഷിണവും അതിനുശേഷം പ്രദക്ഷിണത്തിന് ശേഷം കടമറ്റത്ത് കത്തനാർ നിർമ്മിച്ചു എന്ന് പറയപ്പെടുന്ന ഒരു പാതാള കിണറുണ്ട് പള്ളിയുടെ പരിസരത്ത്. ആ കിണർ നമ്മൾ കാണിക്കുന്നതാണ്. അപ്പം തീർച്ചയായും ഇതാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്. തീർച്ചയായും സബ്സ്ക്രൈബും കൂടെ ചെയ്യാം. പള്ളിയുടെ അകത്ത് അനുവാദം കൂടാതെ ഫോട്ടോ വീഡിയോ എടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ അനുവാദമൊന്നും വാങ്ങിക്കാതെയാണ് ഇതിലൂടെ വന്നത്. അതുകൊണ്ട് അകത്തെ വീഡിയോ നമ്മൾ എടുക്കുന്നില്ല. നിയമങ്ങൾ നമ്മൾ പാലിക്കണമല്ലോ. പുറത്തോടെയുള്ള വീഡിയോകളൊക്കെ കാണിക്കും. പള്ളി സെമിത്തേരിയാണ് നമ്മൾ വലതുവശത്ത് കാണുന്നത്. നമുക്ക് നേരെ താഴെയുള്ള പള്ളിയിൽ നിന്നാണ് പ്രദക്ഷിണം ആരംഭിക്കുന്നത്. കാണുന്നതാണ് പള്ളി. പഴയ ആർക്കിടെക്ചറാണ്. ഇവിടെ പ്രദക്ഷിണം ആരംഭിക്കുകയാണ്. പ്രദക്ഷിണം നോക്കാം. പ്രദക്ഷിണം ആരംഭിച്ചിരിക്കുകയാണ്. പ്രദക്ഷിണം കറങ്ങി ഇതാ ഈ കുരിശിൻ്റെ അടുത്തൊക്കെ വരുമെന്നാണ് പറയുന്നത്. വിളക്കൊക്കെ കത്തിച്ച് വെച്ച് എങ്ങനെയാണോ അല്ലേ? ഒരു വിളക്കൊക്കെ കത്തിച്ച് വെച്ച് പ്രദക്ഷിണത്തിനെ ഇവിടെ സ്വീകരിക്കും.
ഗായകരുടെ വാഹനം ഈ പ്രദർശനത്തിൻ്റെ ഏറ്റവും പുറകിലാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ പുറകെ കുറച്ച് ദൂരം നടക്കാം. പ്രദക്ഷിണം ഇപ്പം ഈ പള്ളിയുടെ ഇടറോഡിൽ നിന്നും കടന്ന് മെയിൻ റോഡിലെത്തി. കാണുന്ന ആ പ്രദക്ഷിണം എറണാകുളം മൂവാറ്റുപുഴ റോഡാണ്. ഈ പള്ളി കണ്ടനാട് ഭദ്രാസനത്തിൻ്റെ കീഴിലുള്ളതാണ്. ശ്രേഷ്ഠ കാത്തോലിക്ക ആമ്പൂൻ മോർ ബെസോലിയസ് ജോസഫ് ബാവ അദ്ദേഹം ഇന്ന് ഈ പള്ളിയിലെത്തിയിട്ടുണ്ട്. വിവിധ ദേശങ്ങളിൽ നിന്നുള്ള സഹപ്രവർത്തകർ എല്ലാവർക്കും അനുഗ്രഹങ്ങളും ലഭിക്കപ്പെടുന്ന പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു. പ്രധാന കാർമ്മികത്വം അഭിവന്യ ഗീവർഗീസ് മാർ പക്കോവിയോസ് തിരുമേനിയാണ്. നമുക്ക് തൽക്കാലം ഈ സൈഡിലൂടെ കയറി പള്ളിയുടെ മുമ്പിലേക്ക് ഒന്ന് പോകാം. പള്ളിയിലെ കാഴ്ചകൾ കാണാം. അതുപോലെ നേരെ താഴേക്കിറങ്ങിയാൽ പ്രദക്ഷിണം താഴെ കുരിശുപള്ളി, വലിയൊരു കുരിശ് നമ്മൾ ആദ്യം കണ്ടിട്ടുണ്ട്. അത് വലത്തിട്ട് വീണ്ടും ഈ വഴിയിലൂടെയാണ് വരുന്നത്. പരുമലയിലെ പെരുന്നാൾ നടന്നപ്പോൾ കോഴിക്കോട് പ്രദക്ഷിണം വീണ്ടും റോഡിലേക്ക് ഇറങ്ങി റോഡിലൂടെ നടന്ന് വീണ്ടും പഴയ സ്ഥലത്തൂടെ കറങ്ങി ആണ് പള്ളിയിൽ വീണ്ടും എത്തുന്നത്. ഈ കാണുന്ന സെൻറ്റ് ഗ്രിഗോറിയോസ് കാത്തോലിക്കേറ്റ് സെൻ്ററാണ്. ഇതൊരു പള്ളിയാണ്, എൻ്റെ പുതിയ പള്ളിയാണെന്ന് തോന്നുന്നു. പള്ളിയുടെ സെമിത്തേരിയാണ്. അതായത് ആ പള്ളിയുടെ അവിടെ നിന്നാണ് പ്രദക്ഷിണം ആരംഭിച്ചത്. തിരിച്ച് അവിടെ എത്തും. പ്രദക്ഷിണം അല്പസമയത്തിനുള്ളിൽ ഈ പള്ളിയുടെ ഫ്രണ്ടിൽ തന്നെ എത്തും കേട്ടോ. അവിടെ എത്തിക്കഴിഞ്ഞ് നമുക്ക് കുറച്ച് ആസ്വദിക്കാം. ചെണ്ട മേളങ്ങൾ, ബാൻഡ് മേളങ്ങൾ ഒക്കെ ആസ്വദിക്കാം. കേരള സ്റ്റൈൽ ആർക്കിടെക്ചറോട് മിക്സ് ചെയ്തിട്ടുള്ള ഒരു നിർമ്മാണ രീതിയാണ് ഈ പള്ളിയുടെ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഈ കാണുന്ന കെട്ടിടത്തിനൊക്കെ ഒരു കേരള തനിമ നമുക്ക് കാണാനായിട്ട് സാധിക്കും.
പ്രദക്ഷിണം വീണ്ടും താഴേക്ക് ഇറങ്ങിപ്പോവാണ്. താഴേക്ക് ഇറങ്ങിപ്പോയി ആ റോഡ് സൈഡിൽ കണ്ട ആ ഒരു കുരിശുപള്ളിയുണ്ട്. കുരിശുപള്ളി ഒന്നുകൂടെ വലം വെച്ചിട്ട് വീണ്ടും ചുറ്റിയാണ് ഈ പ്രദക്ഷിണം അവസാനിക്കുന്നത്. അപ്പോൾ നമുക്ക് അതുവരെ കാത്തു നിൽക്കാം. ഈ കാണുന്ന കുരിശുപള്ളിയിലാണ് ചുറ്റിയാണ് വീണ്ടും പ്രദക്ഷിണം ഈ പ്രധാന പള്ളിയിൽ എത്തിച്ചേരുന്നത്. നേർച്ചയ്ക്കുള്ള കോഴികളാണ്. ഇതിനെയൊക്കെയാണ് ലേലം ചെയ്യുക. കോഴികൾ കൂടാതെ ഇവിടെ കിട്ടുന്ന ഓഫറിങ്സ് പലതും ഇവിടെ ലേലത്തിന് വെക്കാറുണ്ട്. ലേലം ഇവിടുത്തെ ഒരു ആവേശകരമായ കാഴ്ചയാണ്. എപ്പോഴാണ് നടക്കുന്നതെന്നറിയില്ല. അപ്പോൾ അതും ഇവിടെ വളരെ പ്രസിദ്ധമായൊരു സംഗതിയാണ്. അതുപോലെ ചില ദിവസങ്ങളിൽ ചില പെരുന്നാളുകൾക്ക് കോഴി വെട്ടും ഇവിടെ നടത്താറുണ്ട്. അങ്ങനെ പ്രദക്ഷിണ അതിൻ്റെ അവസാന ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവസാന ഭാഗമാണ്. തിരിച്ച് വീണ്ടും പ്രദക്ഷിണം കഴിഞ്ഞിരിക്കുന്നു. ഇനി കലാശക്കൊട്ടാണ്.
ഇനി നമുക്ക് പാതാളക്കിണർ അന്വേഷിച്ച് പോകാം. അത് ഈ പള്ളിയുടെ സൈഡിലാണ്. ഇവിടെയും ചെറിയ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. കടമറ്റം പോയോടം പള്ളി. ഈ പള്ളിയുടെ സൈഡിലായിട്ടാണ് നമ്മൾ പറഞ്ഞ കടമറ്റത്ത് കത്തനാർ നിർമ്മിച്ചു എന്ന് പറയപ്പെടുന്ന കിണർ, പാതാളം കിണർ. ഇവിടെയാണ് പാതാളക്കിണർ. കടമറ്റത്ത് കത്തനാരുടെ ഐതിഹ്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കിണറാണ്. പരിസരം വൃത്തിയായി സൂക്ഷിക്കുക. അത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഹിസ്റ്ററിയൊക്കെ അറിയാവുന്നവരൊന്ന് കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക കേട്ടോ. ഇതാണ് പാതാളക്കിണർ. ഇതിലെ വെള്ളം ഒരിക്കലും വറ്റാറില്ല പോലും. അതുപോലെ ഓരോരോ ഐതിഹ്യങ്ങളാണ്. പാതാളത്തിൽ നിന്നും ആൾക്കാർ പുറത്തേക്ക് വന്നുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് ഇതെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അങ്ങനെ കടമറ്റം മകര 25 പെരുന്നാളിൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കൂടുതൽ കാഴ്ചകളും കൂടുതൽ വിശേഷങ്ങളുമായിട്ട് വരുന്നവർ എല്ലാവർക്കും നന്ദി. ഉൾനാടയൊക്കെ വാങ്ങി